വെൽക്കം ടു സ്റ്റഡി വിൻ PSC 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത് 2021 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. 10th പ്രിലിംസിന് വരുന്നത് GK കറണ്ട് അഫെയർസ് മാത്സ് ഇങ്ങനെയാണ് കേട്ടോ. സിലബസിൽ GK കറണ്ട് അഫെയർസ് മാത്സ് ആണുള്ളത്. 80 ചോദ്യങ്ങൾ GK ആൻഡ് കറണ്ട് അഫെയർസ് സെക്ഷനിൽ നിന്നായിരിക്കും, 20 ചോദ്യങ്ങൾ മാത്സും ആയിരിക്കും. അപ്പോൾ ഇതിലെ ആദ്യത്തെ 10 ചോദ്യങ്ങൾ കറണ്ട് അഫെയർസ് ആണ്. അത് 2021 ചോദിച്ച കറണ്ട് അഫെയർസ് ആണ്. അതിനി 2026 നിങ്ങൾക്ക് ആവശ്യമില്ല ആ കറണ്ട് അഫെയർസ്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി ബാക്കിയുള്ള GK ആൻഡ് കറണ്ട് അഫെയർസ് സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ബ്രസീൽ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ബ്രസീൽ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി? ഓപ്ഷൻ ബി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി? ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം? ഓപ്ഷൻ ബി കൊടൈക്കനാൽ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം കൊടൈക്കനാൽ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ഓപ്ഷൻ സി നർമ്മദ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി നർമ്മദയാണ്. അതായത് കൃഷ്ണ, കാവേരി, മഹാനദി ഇതൊക്കെ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. നർമ്മദ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിലാണ് പതിക്കുന്നത് കേട്ടോ. ഓർത്തു വെക്കുക, കൃഷ്ണ, കാവേരി, മഹാനദി ഇതൊക്കെ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ്. നർമ്മദ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഓപ്ഷൻ സി സിന്ധു. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? സിന്ധു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ഏതാണ്? ലേ. അതും കൂടി ഓർത്ത് വെച്ചോണേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ലേ ആണ്. ലേ ഏത് നദിക്കരയിലാണ്? സിന്ധു നദിക്കരയിൽ. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻ എ അറബി. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? അറബി ഭാഷയിൽ നിന്ന്. കാൽബൈശാഖി എന്നത്? ഓപ്ഷൻ എ കാറ്റ്. കാൽബൈശാഖി എന്നത് കാറ്റ്. അസമിലെ കാസിരംഗ ദേശീയ ഉദ്യാനം ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ്? ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അസമിലെ കാസിരംഗ ദേശീയ ഉദ്യാനം ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അപ്പോൾ കാസിരംഗ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് അസമാണ്. അവിടെ ആ ഒരു പോയിന്റും കൂടെ ഓർത്ത് വെച്ചോണം. കാസിരംഗ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അസമിൽ. അപ്പോൾ അസമിലെ കാസിരംഗ ദേശീയ ഉദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനം? ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനം
കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ഓപ്ഷൻ സി വാസ്കോഡ ഗാമ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ 1498 കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങിയത് കേട്ടോ. ഓർത്ത് വെച്ചോണേ, അതെപ്പോഴും ചോദിക്കാറുണ്ട്. വാസ്കോഡ ഗാമ 1498 കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് വന്നിറങ്ങിയത്. ഈ വർഷവും ഈ സ്ഥലമൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഓപ്ഷൻ എ 1858. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിങ്സ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിങ്ങിന്റെ കാലത്ത്. ഈ ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1773. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചു. ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1773 കേട്ടോ. അപ്പം ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിങ്സിന്റെ. എന്നായിരുന്നു ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? 1773. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം. ഓപ്ഷൻ ഡി ബ്രഹ്മസമാജം. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരാണ്? രാജാറാം മോഹൻ റോയ്. ഓർത്തു വെച്ചോണേ, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. എപ്പോഴും ബീസ് ചോദിക്കാറുണ്ട്. രാജാറാം മോഹൻ റോയ്. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഓപ്ഷൻ ബി 1815. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം ഏതാണ്? 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് കേട്ടോ. അതായത് ഇന്ത്യയും ചൈനയും തമ്മിലായിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലായിരുന്നു പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. അതെന്തായിരുന്നു? 1954. ജവഹർലാൽ നെഹ്റുവും ചൈനയിൽ നിന്ന് ചൗവൻലായും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ജവഹർലാൽ നെഹ്റുവും ചൈനയിലെ ചൗവൻലായും തമ്മിൽ. ഓക്കെ, ഇത് നമ്മളിപ്പം 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയറിലെ 3ാമത്തെ ചോദ്യപേപ്പറാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതിനു മുമ്പ് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിലെ ചോദ്യമായിരുന്നു ഈ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതായിരുന്നു എന്ന്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ് കേട്ടോ. ഇന്ത്യയും ചൈനയും തമ്മിലായിരുന്നു പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. അപ്പോൾ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ഇന്ത്യയിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവും ചൈനയിൽ നിന്ന് ചൗവൻലായുമാണ്. ചൗവൻലായി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954. ഓക്കെ,
ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. PSC എപ്പോഴും ഇത് മാറി മാറി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നേ. പയ്യന്നൂരിൽ ഈ സമ്മേളനം നടന്നത് 1928 കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണേ. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്ന വർഷം 1928. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1928. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം? ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917. ഇതൊക്കെ PSCയുടെ സ്ഥിരം ചോദ്യങ്ങളാണ് കേട്ടോ. 10th ലെവലിൻ്റെ ഏത് ചോദ്യപേപ്പർ എടുത്താലും ഇതൊക്കെ കാണാറുണ്ട്. എല്ലാം റിപ്പീറ്റ് ചെയ്ത് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി? ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഈ എസിൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെച്ചോണേ, ചിലപ്പോൾ അതും കൂടി ചോദിക്കാറുണ്ട്. സർവേപ്പള്ളി എന്നാണ് കേട്ടോ, സർവേപ്പള്ളി. അപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നാണ് കേട്ടോ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. അതും കൂടി ഓർത്ത് വെച്ചോണം കേട്ടോ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. CP രാധാകൃഷ്ണൻ. ഇത് S രാധാകൃഷ്ണനാണ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. CP രാധാകൃഷ്ണൻ. ഓർക്കാനും എളുപ്പമല്ലേ? ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഓക്കെ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി? ഓപ്ഷൻ സി ഡോക്ടർ സക്കീർ ഹുസൈന്. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ. ഇന്നലെ നമ്മളെടുത്ത ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിലായിരുന്നു എന്ന് കേട്ടോ. ഓർത്ത് വെച്ചോണം. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? മൗലിക അവകാശങ്ങൾ. നമ്മളിവിടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ അത്യാവശ്യം റിലേറ്റഡ് ഫാക്ട്സും കൂടെ പറഞ്ഞു തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ചാനലിലെ ക്ലാസ്സുകളെല്ലാം ഫ്രീ ആണ്. ടെലഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. ഈ ചാനൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നിങ്ങൾ കാണുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 24ാം ഭേദഗതി. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? 24ാം ഭേദഗതി. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി 24ാം ഭേദഗതിയാണ്. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ എ 44ാം ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44ാം ഭേദഗതിയാണ്. 1978
44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. സ്വത്തവകാശങ്ങൾ ആദ്യം മൗലിക അവകാശങ്ങളുടെ പട്ടികയിലായിരുന്നു. പക്ഷെ 1978 44-ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇപ്പൊ സ്വത്തവകാശം എന്താണ്? ഒരു നിയമാവകാശമാണ്. മൗലികാവകാശമല്ല, ഒരു നിയമാവകാശമാണ് ഇപ്പൊ സ്വത്തവകാശം. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിള് ഇപ്പോൾ നിലവിൽ 300A ആണ്. PSC എപ്പോഴും ചോദിക്കാറുണ്ട് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന്. 300A ആണ്. ഓക്കെ, അനുച്ഛേദം 300A. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 300A ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44-ാം ഭേദഗതിയാണ്. അതായത് 1978 44-ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 300A ആണ്. അതായത് അനുച്ഛേദം. ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ അനുച്ഛേദം. അപ്പോൾ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 300A ആണ്. ഈ പോയിന്റ്സ് എല്ലാം ഇവിടെ ഓർത്തു വയ്ക്കുക കേട്ടോ. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. ഓപ്ഷൻ ബി അനുച്ഛേദം 16. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 16. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏതു വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ ബി 359. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏതു വകുപ്പ് പ്രകാരമാണ്? 359. ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 1993. ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. ഇന്ത്യയിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്രയായിരുന്നേ. അതുപോലെ ഇന്ത്യയുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. അതും കൂടി ഓർത്തു വെച്ചോണം. ഇന്ത്യയുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്രയായിരുന്നു. ഇന്ത്യയിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. ഓക്കെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത്? ഓപ്ഷൻ ഡി ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തതാര്? ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തതാരാണ്? ദേശീയ നിയമകാര്യ വകുപ്പ് മന്ത്രി. മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ? ഓപ്ഷൻ ബി മുഖ്യമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര്? ഓപ്ഷൻ ഡി അലോക് റവാത്ത്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാരാണ്? അലോക് റവാത്ത്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ അധ്യക്ഷയാണ് ജയന്തി പട്നായിക്. ഓർത്തു വെച്ചോണേ, ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. ഓർത്തു വയ്ക്കുക, ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാരാണ്? അലോക് റവാത്ത്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്? ഓപ്ഷൻ എ മഞ്ചേശ്വരം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ
എത്ര ശതമാനമാണ് കേരളം? ഓപ്ഷൻ ബി 1.18. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ്? കേരളം 1.18%. കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. ഓർത്തു വെച്ചോണം, കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതും എപ്പോഴും പീസ് ചോദിക്കുന്നതാണേ. അപ്പോൾ ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം? ഓപ്ഷൻ സി കുണ്ടറ. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറയാണ്. മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പെഡോളജി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം? ഓപ്ഷൻ ബി സൈലന്റ് വാലി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്. ഇത് PSC എപ്പോഴും ചോദിക്കാറുണ്ട്, സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന്. പാലക്കാട്. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഓപ്ഷൻ ബി കൈത്തറി. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? കൈത്തറി. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് ഏതാണ്? ഓപ്ഷൻ സി നീണ്ടകര. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് ഏതാണ്? നീണ്ടകരയാണ്. അതായത് 1953 കൊല്ലത്ത് നീണ്ടകരയിലാണ് ഇന്ത്യയും നോർവേയും കൂടെ സംയുക്തമായിട്ട് ഈ പദ്ധതി ആരംഭിച്ചത്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് ആരംഭിച്ച വർഷം 1953. അതായത് കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ് ഈ ഇൻഡോ നോർവീജിയൻ കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് ആരംഭിച്ചത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും നോർവേയും തമ്മിൽ. ഓക്കെ, ഇൻഡോ നോർവീജിയൻ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇന്ത്യയും നോർവേ ആണെന്ന്. അപ്പോൾ ഇന്ത്യയും നോർവേയും കൂടെ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് ആരംഭിച്ചത് കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ് 1953. KSEBിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണ്? ഓപ്ഷൻ ബി ബ്രഹ്മപുരം. KSEBിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരം. ഈ ബ്രഹ്മപുരം എറണാകുളം ജില്ലയിലാണ്. ഓർത്തു വെച്ചോണം, ബ്രഹ്മപുരം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഈ എറണാകുളം EKM നിടുവാണ് കേട്ടോ. EKM അതായത് എറണാകുളം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത്? ഓപ്ഷൻ എ നിലമ്പൂർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? നിലമ്പൂർ. ഓർത്ത് വയ്ക്കാൻ ഒരു ചെറിയ ക്ലൂ പറഞ്ഞുതരാം. ഈ സ്വർണ്ണമൊക്കെ ഭൂമിക്ക് അടിയിൽ നിന്നല്ലേ കിട്ടുന്നത്. സ്വർണ്ണം എപ്പോഴും ഭൂമിക്കടിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം നിലത്ത് നിന്ന് കിട്ടുന്ന സ്വർണം എന്നങ്ങ് ഓർത്താൽ മതി. സ്വർണം കിട്ടുന്നത് നിലത്ത് നിന്നാണല്ലോ. അതായത് ഭൂമിയിൽ നിന്ന് ഓർക്കുക. അപ്പം നിലത്ത് നിന്ന് നിലം മാന്തി കുഴിച്ച് അതിനടിയിലാണല്ലോ സ്വർണം ഉണ്ടാകുന്നത്. അപ്പം നിലമ്പൂർ, നിലം എന്നുള്ള സ്വർണം നിലത്താണെന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് ഓർത്ത് വെക്കുക. സ്വർണം നിലം കുഴിച്ച് സ്വർണ്ണം എടുക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങ് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂരാണെന്ന് കേട്ടോ. അപ്പോൾ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? നിലമ്പൂർ. ഇനി ഇതാരും മറക്കരുത്, സ്വർണ്ണം കുഴിച്ചെടുക്കുന്ന എവിടുന്നാണ്? ഭൂമിക്കടിയിൽ നിന്നാണ്. അതായത് നിലം കുഴിച്ചെടുക്കുക എന്നങ്ങ് ഓർത്ത് വെക്കുക.
അപ്പോൾ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂർ. ഓക്കെ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഓപ്ഷൻ ഡി ഡിണ്ടിഗൽ, കൊല്ലം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡിണ്ടിഗൽ, കൊല്ലം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമി. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമി. ആയിരത്തി 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ആരാണ്? അക്കമ്മ ചെറിയാൻ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചാണേ. അക്കമ്മ ചെറിയാനാണ് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത അക്കാമ ചെറിയാൻ. ആയിരത്തി 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി വെങ്ങാനൂര്. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂരിൽ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഓപ്ഷൻ ഡി തലശ്ശേരി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരിയിൽ നിന്നുള്ളത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721. ഓർത്ത് വെച്ചോണേ. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. അതെപ്പോഴും ബേസ് ചോദിക്കുന്നതാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഇവിടെ ചോദ്യം എന്തായിരുന്നു? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരിയിൽ നിന്നുള്ള. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. ഒന്നാം പഴശ്ശിക്കലാപം അവസാനിച്ച വർഷം. ഓപ്ഷൻ സി 1797. ഒന്നാം പഴശ്ശിക്കലാപം അവസാനിച്ചത് 1797. ഒന്നാം പഴശ്ശിക്കലാപം നടന്നിരിക്കുന്നത് 1793 1797 കാലയളവിലാണ് കേട്ടോ. ഒന്നാം പഴശ്ശിക്കലാപം നടന്നിരിക്കുന്നത് 1793 1797 കാലയളവിലാണ്. അപ്പോൾ ഒന്നാം പഴശ്ശിക്കലാപം അവസാനിച്ച വർഷം 1797. ഓക്കെ. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കലാപം. ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. തെങ്ങ് കുരുമുളക് എന്നൊക്കെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. തെങ്ങ് കുരുമുളകൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊക്കെ വരുമാനം കിട്ടുന്ന സാധനങ്ങളാണ്. തേങ്ങയും കുരുമുളകും ഒക്കെ വിറ്റ് ലാഭങ്ങളൊക്കെ കിട്ടുമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളാണ് ഈ തേങ്ങയും കുരുമുളകും ഒക്കെ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തത് അങ്ങ് ഓർത്താൽ മതി. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം അഞ്ച് തെങ്ങ് കലാപം. അപ്പോൾ തെങ്ങ് കുരുമുളക് എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് പിന്നെ തെറ്റത്തില്ല. ആ ഒരു ക്ലൂ ഇട്ട് അങ്ങ് ഓർക്കുക. ഇനി ആരും തെറ്റിക്കരുതേ.
കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ്? 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അതെപ്പോഴും BC ചോദിക്കാറുണ്ട്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അപ്പോൾ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പഴശ്ശി വിപ്ലവം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? ഓപ്ഷൻ സി 1930. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം 1930. ഉപ്പു സത്യാഗ്രഹം നടന്ന 1930-ലാണല്ലോ. അപ്പോൾ അത് അങ്ങനെ അങ്ങ് ഓർത്താൽ മതി. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം 1930. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? ഓപ്ഷൻ ബി 32. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? ഓപ്ഷൻ സി ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി കരള്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിൽ വെച്ച്. കരൾ, അങ്ങനെ ഒരു ഗ്ലൂ ഇട്ടങ്ങ് ഓർക്കുക കേട്ടോ. കരൾ. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിൽ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഓപ്ഷൻ എ മിഡുല ഒബ്ലങ്കേറ്റ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലങ്കേറ്റയാണ്. അതായത് അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, രക്തസമ്മർദ്ദം, ഇതിനെയൊക്കെയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോണം. ഈ അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, രക്തസമ്മർദ്ദം, ഇതൊക്കെയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലങ്കേറ്റയാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? ഓപ്ഷൻ ഡി സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം. പേശികളെക്കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ ബി മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ? ഓപ്ഷൻ എ വിറ്റാമിൻ സി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. അതായത് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് വിറ്റാമിൻ സി. വിറ്റാമിൻ സി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അസ്കോർബിക് ആസിഡ് എന്നാണ് കേട്ടോ. വിറ്റാമിൻ സി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അസ്കോർബിക് ആസിഡ് എന്ന്. അതൊക്കെ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ അല്ലെങ്കിൽ ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ്. ഓക്കെ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ബയോട്ടിൻ. വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ബയോട്ടിനാണ് കേട്ടോ. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി? ഓപ്ഷൻ ബി അപ്പോളോ ഹോസ്പിറ്റൽ. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി അപ്പോളോ ഹോസ്പിറ്റൽ. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഓപ്ഷൻ എ DDT. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? DDT.
ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകളേവ? ഓപ്ഷൻ എ ഇലക്ട്രോണ്. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന കണികകൾ ഏതാണ്? ഇലക്ട്രോണ്. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകൾ ഏതാണ്? ഇലക്ട്രോൺ. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ സി സിങ്ക്. PSCയുടെ ഏത് ചോദ്യപേപ്പർ എടുത്താലും പ്രത്യേകിച്ച് 10th ലെവൽ എടുത്താൽ അതിൽ ഉള്ള ഒരു സ്ഥിരം ചോദ്യമാണ് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണെന്ന്. സിങ്ക്. ഭാവിയിലെ ഇന്ധനം? ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ് കേട്ടോ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം? ഓപ്ഷൻ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ഓപ്ഷൻ സി ഓക്സിജൻ. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ഓക്സിജൻ. ഈ ലെസൈൻ പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കുന്ന മൂലകങ്ങളാണ് നൈട്രജൻ, ക്ലോറിൻ, സൾഫർ. അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കുന്ന മൂലകങ്ങൾ നൈട്രജൻ, ക്ലോറിൻ, സൾഫർ. ഓക്കെ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്? ഓപ്ഷൻ സി ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം? ഓപ്ഷൻ ബി ചലനം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്താണ്? ചലനം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ഓപ്ഷൻ സി 7. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? 7. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ. ഓപ്ഷൻ ബി 10⁵. 1 ന്യൂട്ടൺ എന്നത് 10⁵ ഡൈനാണ്. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏത്? ഓപ്ഷൻ ഡി പ്ലൂട്ടോ. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. 10th പ്രിലിംസ് ഒക്കെ ക്രാക്ക് ചെയ്യാനാണെങ്കിൽ ഈസി കേട്ടോ. സാധാരണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ 10th പ്രിലിംസിന് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് 10th പ്രിലിംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാം ഒന്ന് കട്ട് ഓഫ് കടക്കാനുള്ള മാർക്ക് മതിയല്ലോ. വലിയൊരു ഹൈ മാർക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നാലും എക്സാം ഈസി ആണെങ്കിൽ പൊതുവേ കട്ട് ഓഫ് ഇച്ചിരി ഹൈ ആയിരിക്കും. എക്സാം കുറച്ച് ടഫ് ആണെങ്കിൽ കട്ട് ഓഫ് കുറഞ്ഞിരിക്കും. അപ്പം അങ്ങനെയാണ് പൊതുവേ ഉള്ളത്. എക്സാം ഈസി ആണെങ്കിൽ എപ്പോഴും കട്ട് ഓഫ് കൂടുതലായിരിക്കും. എക്സാം കുറവാണെങ്കിൽ കട്ട് ഓഫ് കുറവായിരിക്കും. അപ്പോൾ 10th പ്രിലിംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് അത്യാവശ്യം ബേസിക്കായിട്ട് അത്യാവശ്യം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കട്ട് ഓഫ് കിടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ്, പിന്നെ റീസെൻ്റ്ലി നടക്കുന്ന എക്സാമുകളുടെ മാർക്ക് ചെയ്ത പ്രൊവിഷണൽ ആൻസർ കീയും ഫൈനൽ ആൻസർ കീയും ഒക്കെ വെച്ച് മാർക്ക് ചെയ്ത PDF-കളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.